നമസ്കാരം സാർ. ഡോക്ടർ ശശിഭൂഷൺ സാറിന് മുഖവരി ആവശ്യമില്ല കേരള സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് സാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ടും അല്ലെങ്കിൽ കാനന ക്ഷേത്രത്തിലായതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ശബരിമല എല്ലാ കാലവും ഒരു വിവാദ ക്ഷേത്രമായി മാറാറുണ്ട്. തീവയ്പ്പിൻ്റെ കഥകൾ, അവിടെ സ്ത്രീ പ്രവേശനത്തിൻ്റെ കഥകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ആരാണ് സാർ ശബരിമല ക്ഷേത്രം പണിതത്? എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ? ഏറ്റവും കൂടുതൽ കേരളീയര് ദർശനം നടത്തുന്ന അമ്പലങ്ങളിലൊന്നാണ് ശബരിമല. എന്നാൽ പഴയ കാലത്ത് ശബരിമല ഒരു കാനന ക്ഷേത്രമായിരുന്നു. മകരവിളക്ക് തൊഴാനായിട്ട് 5000 താഴെ ആളുകൾ വരുമായിരുന്നു. എന്നാൽ ശബരിമല 20ാം നൂറ്റാണ്ടിലാണ് അതിപ്രശസ്തമാകുന്നത്. അതിനു മുമ്പ് പ്രശസ്തമായിരുന്നു, പക്ഷെ അവിടെ എത്തിച്ചേരാനുള്ള അസൗകര്യം കൊണ്ട് വളരെ കുറച്ചു പേർ മാത്രമേ ശബരിമല ദർശനത്തിന് പോകുമായിരുന്നുള്ളൂ. പോകുന്നവരാകട്ടെ വ്രതം നോറ്റ് ഭക്തിയോടുകൂടിയാണ് പോയിരുന്നത്. ശബരിമല ഒന്നിലേറെ തവണ തീ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യാദൃച്ഛികമായി തീ പിടിച്ചതുമുണ്ട്, തീ വെച്ചതുമുണ്ട്. അതിലേറ്റവും ഒടുവിൽ തീവെപ്പ് നടക്കുന്നത് 1950 കൊല്ലവർഷം 1125 ഇടവ മാസം 6-ാം തീയതിക്കും 11-ാം തീയതിക്കും ഇടയ്ക്ക്. ഞാനന്ന് ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുന്നത് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കേരളീയ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിട്ട് അന്ന് പത്രങ്ങളിലെ വാർത്തകൾ വന്നിരുന്നു. അത് സംബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രി സി കേശവനായിരുന്നു. അദ്ദേഹം ഒരു അനുചിതമായ പ്രസ്താവന നടത്തി. ഒരു ക്ഷേത്രം നശിക്കുമെങ്കിൽ അത്രയും അന്ധവിശ്വാസം കുറയുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഭക്തന്മാരെ, ശബരിമല വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ തീവെപ്പുമായി ബന്ധപ്പെട്ട ക്രൈമിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. അത് സംബന്ധിച്ച് ഒരു സത്യസന്ധനായ ഒരു DYSP കേശവ മേനോനെയാണ് കേരളം വന്നിട്ടില്ല, തിരുക്കൊച്ചി സംസ്ഥാനം അതിനുവേണ്ടി നിയോഗിച്ചത്. എന്നാൽ സമാന്തരമായിട്ട് തിരുക്കൊച്ചി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അന്ന് IG ആയിരുന്നത് ചന്ദ്രശേഖരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരം വളരെ എഫിഷ്യൻ്റായ മിന്നൽ പരമശിവൻ നായരുടെ നേതൃത്വത്തിലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമാന്തരമായ അന്വേഷണം നടന്നത്. ഈ 2 അന്വേഷണ റിപ്പോർട്ടുകളും വൈകാതെ ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ടു. 2 റിപ്പോർട്ടുകൾ 2 തരത്തിലായിരുന്നു. കേശവ മേനോന്റെ കണ്ടെത്തൽ ഇത് മനഃപൂർവ്വം തീ വെച്ചതാണ് എന്നായിരുന്നു. എന്ന് മാത്രമല്ല, ആ തീവെപ്പ് നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നായാട്ട് സംഘത്തിന് ഇതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നും കേശവ മേനോന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ നായാട്ട് സംഘത്തിൽ ഉണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി പ്രദേശത്തെ ചില പ്രബല കുടുംബങ്ങളെ പറ്റിയും കേശവ മേനോന്റെ റിപ്പോർട്ടിൽ കൃത്യമായ സൂചന ഉണ്ടായിരുന്നു. എന്നാൽ മിന്നൽ പരമശിവൻ നായരുടെ റിപ്പോർട്ടിന് ഒരു കോടാലി സ്വാമിയാണ് ഈ തീ വെച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മിന്നൽ കഥകൾ എന്ന പേരിൽ പിൽക്കാലത്ത് എഴുതിയ ആത്മകഥയില് ശബരിമലയിലെ
തീവെപ്പിനെ പറ്റി കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് കോടാലി സ്വാമിയെയും ആരോ ഉപയോഗിച്ചു എന്നാണ്. അതായത് ശബരിമലയിൽ ആണ്ടിൽ 365 ദിവസവും അവിടെ തപസ്സിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന ഒരു കോടാലി സ്വാമി. അദ്ദേഹം ജനനം കൊണ്ട് ഹിന്ദുവാണെങ്കിലും ഇടയ്ക്ക് വിശ്വാസം കൊണ്ട് ക്രൈസ്തവനാണ്. അങ്ങനെയുള്ള കോടാലി സ്വാമി ശബരിമല തന്നെയാണ് കഴിയുന്നത്. അങ്ങനെ ശബരിമലയിൽ മണ്ഡലക്കാലം കഴിഞ്ഞാലും മകരവിളക്ക് കഴിഞ്ഞാലും കോടാലി സ്വാമി ശബരിമല ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ആൽമരത്തിൻ്റെ അകത്തുള്ള ഒരു പൊത്തിനകത്ത് ആണ് താമസിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കോടാലി സ്വാമി ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവിടെ മീൻ പിടിച്ച് ആ മീൻ പൊരിച്ച് കഴിച്ചു. വേറൊരു വെർഷനുണ്ട്. വേറെ ചില ആളുകൾ മീൻ പിടിച്ച് പൊരിച്ച് കഴിച്ചപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഈ കോടാലി സ്വാമിയും എടുത്തു കഴിച്ചു. ഏതായാലും സ്വാമി മീൻ കഴിക്കുന്നത് കണ്ട് ബാക്കിയുള്ളവർ സ്വാമിയെ കുതിരെ തല്ലി. അതോടുകൂടി കോടാലി സ്വാമിക്ക് ശബരിമല അയ്യപ്പനോട് വലിയ വിദ്വേഷമായി. എന്ന് മാത്രമല്ല, ശബരിമലയിൽ നിന്ന് മറ്റുള്ളവരെല്ലാം പോയി കഴിയുമ്പോൾ കോടാലി സ്വാമി അവിടെ വീണ്ടും താമസം തുടരുകയും ഒരു ദിവസം കോടാലി സ്വാമിക്ക് ഈ ക്ഷേത്രം തന്നെ നശിപ്പിക്കണമെന്ന് തോന്നുകയും അങ്ങനെ ക്ഷേത്രം നശിപ്പിക്കാനായിട്ട് പുറപ്പെടുകയും ചെയ്തു. പക്ഷേ 18ാം പടി കയറി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ അത് വേണ്ട എന്നൊരു തോന്നലും ഈ കോടാലി സ്വാമിക്ക് ഉണ്ടായി. കോടാലി സ്വാമി അവിടെ ബോധം കെട്ട് കിടക്കുന്നു. 5-6 മണിക്കൂർ കഴിഞ്ഞ് അയാൾ ഉണർന്നു നോക്കുമ്പോൾ ശബരിമല ക്ഷേത്രം കത്തുന്നതാണ് കാണുന്നത്. ആ കത്തിച്ച ആളുകൾ സ്വാമിയുടെ കയ്യിലുള്ള ഒരു കൈക്കോടാലിയും ഉപയോഗിച്ചതായിട്ട് അയാൾ മനസ്സിലാക്കി. കോടാലി സ്വാമി അവിടെ നിന്ന് രക്ഷപ്പെടുകയും കാട്ടിലേക്ക് ഈ കോടാലി വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് പോണ്ടിച്ചേരിയിൽ ഒളിവ് സങ്കേതത്തിൽ താമസിക്കുകയും ചെയ്തു. ഇതാണ് മിന്നൽ പരമശിവൻ നായർ മിന്നൽ കഥകൾ എന്ന ആത്മകഥാപരമായ സ്മരണകളിൽ പറയുന്നത്. എന്നാൽ ഈ സംഭവം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് IG ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് കോടാലി സ്വാമി തന്നെയാണ് ഈ ക്ഷേത്രത്തിന് തീവച്ചത് എന്ന് മാത്രമല്ല, ക്ഷേത്രം കോടാലി കൊണ്ട് അതിൻ്റെ ശ്രീകോവിലിൻ്റെ കതക് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി വിഗ്രഹം നശിപ്പിക്കുകയാണ് ചെയ്തത്. 26 വെട്ടുകൾ ഈ വെട്ടിയിട്ടുണ്ട് ആ വാതിലിന്. അതെല്ലാം പോലീസുകാരെ ഒരു തെളിവെന്ന നിലയിൽ അവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുണി നെയ്യിൽ മുക്കി ആ വിഗ്രഹത്തിന് ചുറ്റിനും വെച്ച് ആണ് കത്തിച്ചിരിക്കുന്നത് എന്ന കാര്യവും IG ചന്ദ്രശേഖരൻ നായരുടെ സ്മരണകളിൽ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഈ കോടാലി സ്വാമിയുടെ മതവിശ്വാസത്തെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ഇത് കൃത്യം ചെയ്യുമ്പോൾ എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ അക്കാലത്ത് ഇതെല്ലാം പത്രങ്ങളിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് വന്നുകൊണ്ടിരുന്നു. അന്ന് കോട്ടയത്ത് പ്രധാനമായിട്ട് 4 പത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4 പത്രങ്ങൾ അതിൻ്റെ സർക്കുലേഷന് വേണ്ടി പൊരിഞ്ഞ മത്സരത്തിലായിരുന്നു. മലയാള മനോരമയാണ് ഒരു പത്രം, അതുപോലെ കേരള ഭൂഷണമാണ് മറ്റൊരു പത്രം, പൗരധ്വനിയാണ് ഇനിയൊരു പത്രം, അതുകൂടാതെ ദേശബന്ധു എന്ന പുതിയ പത്രവും. ഈ 4 പത്രങ്ങളിലും ശബരിമലയെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. കോടാലി സ്വാമിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കോടാലി സ്വാമി വളരെ പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങി, മുങ്ങി. പിന്നെ ഒരിക്കലും കോടാലി സ്വാമിയെ ആരും കണ്ടിട്ടില്ല. കോടാലി സ്വാമി ഒരു കോടാലി കൈയാണ് എന്നാണ് ഈ ഒരു വിഭാഗം പത്രങ്ങളിൽ
വിശേഷിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ഇൻറ്റൻഷൻ, ഇതിൻ്റെ പ്രേരണ അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വേറെ ആളുകൾക്കാണ്. അത് തീർച്ചയായിട്ടും നായാട്ട് സംഘത്തിലെ അംഗങ്ങൾക്കാണ് എന്ന ഒരു അനുമാനത്തിലാണ് അന്നത്തെ കേരളീയ മനസാക്ഷി എത്തിയത്. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അന്വേഷണ വിഷയം ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടേഷനായി ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിലെ ചുവർ ചിത്രങ്ങളെക്കുറിച്ചും ദാരു ശില്പങ്ങളെക്കുറിച്ചും ഐക്കണോഗ്രഫിയെക്കുറിച്ചും വിശദമായി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചില ലേഖനങ്ങൾ എഴുതി. അതിൽ ശാസ്താവിനെക്കുറിച്ചും ശാസ്താവെന്ന സങ്കല്പത്തെക്കുറിച്ചും വളരെ വിശദമായൊരു ലേഖനം അന്ന് ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം വായിച്ചിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും അഭിനന്ദിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഡോക്ടർ ജേക്കബ് ഫിലിപ്പ്, അദ്ദേഹം കോട്ടയത്തെ അന്ന് അറിയപ്പെടുന്ന ഒരു ഡെന്റിസ്റ്റാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരാളിനെ വീട്ടിൽ വന്നാൽ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിന് ഈ ശബരിമലയിലെ ശാസ്താവിൻ്റെ വിഗ്രഹത്തെ പറ്റിയൊന്നുമല്ല, ശബരിമലയിലെ തീവെപ്പിനെ പറ്റി വളരെ വിശദമായി ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കഴിയും. അദ്ദേഹത്തിന് അതിൽ താല്പര്യമുണ്ട്. അദ്ദേഹം നിങ്ങളുടെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്താണ്, ഹോസ്റ്റൽ മേറ്റാണ് എന്ന് പറഞ്ഞു. അത് അല്ലാതെ ആ സുഹൃത്തിനെ പറ്റി കൂടുതൽ വിവരം അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരു ദിവസം ഡോക്ടർ ജേക്കബ് ഫിലിപ്പിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അന്നേരം MV ദേവൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, സിനിമാ പ്രവർത്തകനായ സേതു മാധവൻ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇവരെ കൂടാതെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളും, ആ പരിചയമില്ലാത്ത ആളിനെ ജേക്കബ് ഫിലിപ്പ് പരിചയപ്പെടുത്തി. ഞങ്ങൾ ജേക്കബ് ഫിലിപ്പിനെ ബേബി എന്നാണ് വിളിക്കുന്നത്. ബേബി പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് ജോൺ വർഗീസ്. അപ്പോൾ ജോൺ വർഗീസ് TM വർഗീസിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ TM വർഗീസിൻ്റെ മക്കളെ പറ്റിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അവരെയൊന്നും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. TM വർഗീസിനെയും കാണാനോ പരിചയപ്പെടാനോ സാധിച്ചിട്ടില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെപ്പറ്റി, ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് നൽകിയ സംഭാവനയെപ്പറ്റി, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് അദ്ദേഹം വഹിച്ച പങ്കിനെ പറ്റിയൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ സാമാന്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർന്ന് എന്നോട് ജോൺ ഫിലിപ്പ് പറഞ്ഞത് കാര്യം ഞാനിവിടെ അവതരിപ്പിക്കാം. ജോൺ വർഗീസ് പറഞ്ഞത്, ഈ ശബരിമല തീവെപ്പ് കേസിൽ തന്നെ ഒരു പ്രതിയായി അന്നത്തെ പോലീസ് തെറ്റിദ്ധരിച്ചിരുന്നു. അതായത് ആദ്യം തയ്യാറാക്കിയ FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ജോൺ വർഗീസിനെയും ഈ കേസിൽ ഒരു പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായി TM വർഗീസിൻ്റെ മകന് ഒരു പ്രതിയായി വരുന്ന കേസ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ആ FIR-ൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ട് പറഞ്ഞു, താങ്കൾക്കറിയാമല്ലോ, എനിക്കൊരു പങ്കും ഈ ശബരിമലയിലെ തീവെപ്പുമായി എനിക്കില്ല. അദ്ദേഹം അത് പറയുമ്പോൾ വളരെ ഒരു നിരുദ്ധകണ്ഠനായിട്ട് ഇടറിയ ശബ്ദത്തിലാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഈ കേശവ മേനോനെ എന്നെങ്കിലും കാണുകയായിരുന്നുവെങ്കിൽ ഞാൻ ഇക്കാര്യമെല്ലാം അദ്ദേഹത്തോട് വിശദമായി പറയുമായിരുന്നു. എനിക്ക് നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനും കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഈ കാര്യം ലോകത്തോട് പറയാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ഞാനത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ വിവരങ്ങളെല്ലാം കുറിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ
CN ശ്രീകണ്ഠൻ നായർ പ്രശസ്ത നാടകകൃത്താണ്. അദ്ദേഹം അയ്യപ്പൻ മാസികയുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹവുമായിട്ട് ഞാൻ ശബരിമല തീവെപ്പ് കേസിനെ പറ്റിയും ആ സംഭവങ്ങളെപ്പറ്റിയും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ശ്രീ MKK നായർ, അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹവുമായിട്ടും ഈ ശബരിമല തീവെപ്പ് കേസിനെ പറ്റി വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാലത്തെ പല പത്രപ്രവർത്തകന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ ഗോപകുമാർ അല്ലെങ്കിൽ ഹോങ്കോങ് ഗോപകുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡൽഹി നിലയത്തിൽ വാർത്ത വായിക്കുന്ന ആളാണ്. അദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഈ ശബരിമലയിലെ തീവെപ്പ് കേസ് ഓൾ ഇന്ത്യ റേഡിയോയിൽ റിപ്പോർട്ട് വായിച്ച ആളാണ്. അദ്ദേഹമായിട്ട് ഇങ്ങനെ പല പത്രപ്രവർത്തകരുമായിട്ട് കോട്ടയത്തുള്ള കേശവൻ നായർ, കോട്ടയത്തുള്ള അപ്പുകുട്ടൻ പിള്ള, ഇങ്ങനെയുള്ള തിരുവാർപ്പ് ബാലൻ ചേട്ടൻ, ഇങ്ങനെ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ജോൺ വർഗീസ് പറഞ്ഞ വിവരവും അവരുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സത്യമാണ്, ജോൺ വർഗീസ് നിരപരാധിയാണ്. പക്ഷെ ജോൺ വർഗീസിനെ ഈ നായാട്ട് സംഘം അവരുടെ സംഘത്തിൽ ബോധപൂർവം ഉൾപ്പെടുത്തുകയായിരുന്നു. കാരണം അവർ ചെയ്ത ക്രൈം ഒരു കാലത്ത് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന്, ആ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഒരു ഡമ്മി പോലെ ഈ ജോൺ വർഗീസിനെ നിർത്തുകയായിരുന്നു എന്നാണ് കോട്ടയത്തെ പത്രപ്രവർത്തകർ അഭിപ്രായപ്പെട്ടത്. 1950 നടന്ന തീവെപ്പ് കേസിനെ പറ്റിയും തീവെപ്പിനെ കുറിച്ചും എന്നേക്കാൾ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. പക്ഷെ കോട്ടയത്തെ പത്രപ്രവർത്തകർക്കാകട്ടെ ഈ കാര്യങ്ങളൊക്കെ വളരെ ഹൃദിസ്ഥമാണ്. അവർ വീണ്ടും പറഞ്ഞു, വാസ്തവത്തിൽ കേശവമേനോന്റെ റിപ്പോർട്ട് വളരെ വിശദമായൊരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് പിന്നീട് കേരള സർക്കാർ അത് ഓൺ ചെയ്യാത്തത്, അതിൽ അനന്തര നടപടി എടുക്കാത്തത് ഈ ജോൺ വർഗീസിൻ്റെ, അദ്ദേഹത്തിനൊരു റോളുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും പൊന്തി വരും എന്നുള്ളത് കൊണ്ടാണ് എന്ന് തങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് കോട്ടയത്തെ ഈ പത്രപ്രവർത്തകർ എന്നോട് പറയുകയുണ്ടായി. ഞാൻ വീണ്ടും അവരുടെ പേരുകൾ പറയാം. തിരുവാർപ്പ് ബാലൻ, കേശവൻ നായർ, അപ്പുകുട്ടൻ പിള്ള. ഈ 3 പത്രപ്രവർത്തകരും അവരെല്ലാം തന്നെ കേരള ഭൂഷണം, പൗരധ്വനി, അതുപോലെയുള്ള ആ കോട്ടയത്തെ പത്രങ്ങളിൽ അക്കാലത്ത് ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല ഈ ശബരിമലയിലെ തീവെപ്പ് ആര് ചെയ്ത കൃത്യമാണെന്ന്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അതൊരു കാട്ടുതീയിൽ വെന്തത് അല്ലെന്നാണ്. ഒരു കാട്ടുതീയിൽ വെന്തത് അല്ല എന്ന് തന്നെയാണ് IG സ്മരണകളിൽ ചന്ദ്രശേഖരൻ നായരും എഴുതുന്നത്. ഒരു കാട്ടുതീയിൽ വെന്തതല്ല എന്ന് തന്നെയാണ് മിന്നൽ പരമശിവൻ നായർ മിന്നൽ കഥകളിലും എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പിന്നെ ആരായിരിക്കും ഇത് ചെയ്തത്? ഇത് പല സാധ്യതകളുണ്ട്. അതിലൊരു സാധ്യത ശ്രീ ജോൺ വർഗീസ് തന്നെ എന്നോട് പറഞ്ഞത്, തമിഴ്നാട്ടിൽ ഈ തിരുനെൽവേലി പ്രദേശങ്ങളിൽ തിരട്ട് ഗ്രാമങ്ങളുണ്ട്. ഈ തിരട്ട് ഗ്രാമങ്ങളിൽ കള്ളർ എന്ന് പറയുന്ന ഒരു സമുദായം തന്നെയുണ്ട്. അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് മോഷണമാണ്. ആ കള്ളർ സമുദായത്തിൽപ്പെട്ട ചില കള്ളന്മാർ, തസ്കരന്മാർ ശബരിമല ക്ഷേത്രത്തിൽ വന്ന് അവിടെ ഒരു നിധി ഉണ്ടാവും എന്ന് കരുതി, അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ എടുക്കാം എന്ന് കരുതി അവിടെ വന്നതും ശ്രീകോവിൽ പൊളിച്ചതും ആണ് എന്നാണ് ഈ ജോൺ വർഗീസ് വിശ്വസിക്കുന്നതും എന്നോട് പറഞ്ഞതും. പക്ഷെ ഒരു കാര്യം കൂടി ജോൺ വർഗീസ് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ നായാട്ട് സംഘത്തിലെ ചില പരിചാരകന്മാർ, അതായത് സെർവൻസ്, ഈ ഒരു പുക കണ്ടിട്ട് ആ പുക എവിടെ നിന്ന് വരുന്നതാണ് എന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ അത് ശബരിമലയിലാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവരവിടെ കണ്ടത് തീയിൽ
വെന്ത് നശിക്കുന്ന ശബരിമല ക്ഷേത്രമാണ്. എന്നാൽ ആ തീ അണയ്ക്കുന്നതിന് യാതൊരു ശ്രമവും ഇവർ നടത്തിയില്ല. കാരണം ശബരിമല ക്ഷേത്രം നശിച്ചു പോകുന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരായിരുന്നു ഈ നായാട്ട് സംഘത്തിലെ പരിചാരകർ. ഒരു പക്ഷേ ആയിരിക്കും എന്ന് മാത്രമാണ് ജോൺ വർഗീസ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ, അല്ലെങ്കിൽ എഴുതപ്പെടാതെ പോയത്, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇനിയും വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയിക്കേണ്ടതാണെന്ന് തോന്നി.